ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഈ ഒരു കോലത്തിന് നല്ലൊരു ലുക്കിലേക്ക് ആയാലോ? ഉത്രാട ദിനത്തിന് നല്ല പരിപാടി ഓണാഘോഷമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അണിഞ്ഞൊരുങ്ങാല്ലേ. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പം എന്തായാലും കാണാം. ഞാനിതാ യൂസ് ചെയ്യാറുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫെയർ ലവ്ലി പൗഡർ, ലിപ്സ്റ്റിക്ക്, ഐലൈനർ അത്ര മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു മിഡിയും ടോപ്പുമാണ്. അത് 6 വർഷം മുന്നുള്ള മിഡിയാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് എനിക്കിത് നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നത്. ആദ്യം പറഞ്ഞാൽ ഭയങ്കര തടിയൊക്കെ ഉള്ള കാരണം അത്യാവശ്യം നല്ല ലൂസും അങ്ങനെ ഒരുമാതിരി പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇടാറില്ല, എപ്പോഴേലൊക്കെ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഒരു ക്രീം ഞാൻ മുഖത്ത് യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, വല്ല ഫംഗ്ഷൻ അങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഫെയർ ലവ്ലിയുടെ അളവ് കുറച്ച് കൂട്ടുന്നല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഫെയർ ലവ്ലി ഉപയോഗിച്ചു. പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ വെറും പൗഡർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ ഫെയർ ലവ്ലി മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതാ ഞാൻ കുഞ്ഞാറ്റയുടെ ഹിമാലയയുടെ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കണേ. പൗഡറൊന്നും ഇടാൻ ഒരു മടിയും കാണിക്കാറില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാരിപ്പൊത്താറുണ്ട്. അപ്പോൾ ഇതാ പൗഡർ അത്യാവശ്യം വാരിപ്പൊത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഐലൈനറാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഐലൈനർ എഴുതുമ്പോൾ നേരെ ഫോണിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ കണ്ണാടിയിൽ പോയി ഐലൈനറൊക്കെ നീറ്റായിട്ട് എഴുതി. പിന്നെ ഇതാ കണ്ണിൻ്റെ അടിയിൽ കന്മഷിയാണ് കേട്ടോ എഴുതി കൊടുത്തത്. കന്മഷി കുറേ നാളായിട്ട് ഇപ്പോൾ എഴുതിയിട്ട്, അതുകൊണ്ട് തന്നെയാണ് കണ്ണിൻ്റെ അടി അത്യാവശ്യം ഇങ്ങനെ വെള്ള കളറിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ എപ്പോഴും കണ്ണ് എഴുതി കഴിഞ്ഞാൽ ആകെ കരിമയായിട്ടാണ് കേട്ടോ ഇരിക്കാറുള്ളത്. പിന്നെ അതാ ഡെയിലി മറക്കാത്തൊരു സാധനമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. അത് എവിടെ പോകുമ്പോഴും അത് നിർബന്ധമാണ്. എന്താ പറയുക, ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ ഒരു ഉഷാറില്ല പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യെങ്കിലും വേണം. അങ്ങനെ ഇതാ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ വലിയ ഡാർക്കായിട്ടൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ ഇതാ പൊട്ട് നോക്കിയപ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഐലൈനർ കൊണ്ട് തന്നെ കുഞ്ഞൊരു കുത്തിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ തിരയുമ്പോൾ ഒരു സാധനം കാണില്ല. പിന്നെ ഇതാ കമ്മൽ, ഏതാ കൺഫ്യൂഷനായിരുന്നു ഏതാ ഇടണ്ടേന്ന്. ഒരുപാട് കമ്മലുകളുണ്ടായിരുന്നു. എല്ലാ കമ്മലും ഓരോന്ന് മാറ്റി ഇട്ട് നോക്കി തന്നെയായിരുന്നു കേട്ടോ ഏതാ നല്ലതെന്ന്. പിന്നെ എന്താ പറയുക, കുറേ മുന്നേ വാങ്ങി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ചെറിയൊരു കളർ പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്ന് മാറ്റിയിട്ട് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു ഇതുപോലത്തെ ഒരു ജിമിക്കാണ്. ഇതൊക്കെ എത്ര വർഷം മുന്നേ വാങ്ങിച്ചതാണെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് വാങ്ങിയിട്ട് ചിലപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവില്ല. എത്ര വർഷങ്ങൾക്ക് മുന്നുള്ളതാണ് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇതിലേത് കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റിലൊന്ന് പറയണേ. എനിക്കിതാ ഈ ഒരു ജിമിക്കി മോഡലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് സാധാരണ സിമ്പിളായിട്ട് ഞാൻ എന്നും കെട്ടുന്ന പോലെ തന്നെ ഏഴെടുത്ത് പിന്നെ മുടി കെട്ടി. വലിയ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ എങ്ങനെയാണോ പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യുക അതേപോലെ തന്നെയാണ്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തത്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. പിന്നെ അതാ സിന്ദൂരൊക്കെ ഇട്ട് കൊടുത്തു. സിന്ദൂരം ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് കൊണ്ടാണ് ഇട്ടിരുന്നത്. ഇത് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഭയങ്കര കുത്ത് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സിന്ദൂരമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എങ്ങനെ മേക്കപ്പ് ചെയ്താലും ഫിൽറ്റർ ഉള്ള കാരണം രക്ഷപ്പെടും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റ് ഇതാ ഞാൻ മുല്ലപ്പൂവ് റോസാപ്പൂ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉത്രാടായ കാരണം മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു.